ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും റെനീസ് കിച്ചൻ്റെ പാചകം ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് സ്റ്റാർട്ടറായോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് പത്തിരി എന്ന് പറയുന്നത്. പത്തിരി ഉണ്ടാക്കാൻ കുറച്ച് പേർക്കെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവും അല്ലേ? പത്തിരി നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടാനുള്ള കുറേ ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് ഫോളോ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കാണാം ഇതെങ്ങനെയാണെന്ന്. ഞാനിതിനായിട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണിത്. ഇത് വീടിനടുത്തുള്ള മില്ലിൽ പൊടിച്ച് വറുത്ത അരിപ്പൊടിയാണ്. ഈ അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ പുട്ട്, ദോശ, ഇഡ്ഡലി, വെള്ളയപ്പം ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അരിപ്പൊടിയാണെങ്കിൽ നമ്മൾ അതിലേക്ക് ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് പൊടി വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കണം. ഇപ്പോൾ ഞാൻ 1 കപ്പ് അരിപ്പൊടിക്ക് 1.25 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. വെള്ളം നല്ലപോലെ വെട്ടിത്തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഈ പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്തിട്ട് ഈ സമയത്ത് തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. പൊടിയുടെ എല്ലാ ഭാഗത്തും നല്ലപോലെ നനവെത്തുന്നത് പോലെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മൂടി വെക്കണം. ഒരു 5 മിനിറ്റ് ഈ ആവിയിൽ തന്നെ ഇതൊന്ന് ഇരിക്കണം. ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുക്കാനായിട്ട് നമുക്കൊരു പരന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് ചൂടോടുകൂടി തന്നെ കുഴയ്ക്കണം. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മളിത് ചൂടോടുകൂടി കുഴയ്ക്കുമ്പോഴാണ് പത്തിരി നല്ല സോഫ്റ്റായി കിട്ടുക. നിങ്ങൾക്കിപ്പോൾ ചൂടോടുകൂടി തന്നെ കൈകൊണ്ട് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കുറച്ച് സമയം ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ അതിൻ്റെ അടിഭാഗം ഉപയോഗിച്ചിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ആ പാകമാകുമ്പോൾ കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. നിങ്ങൾ കുഴയ്ക്കുന്ന സമയത്ത് പൊടിയിൽ അല്പമെങ്കിലും വെള്ളത്തിൻ്റെ അളവ് കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒരു ബൗളിൽ നമ്മുടെ അടുത്ത് കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കുക. അതിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് കൈ മുക്കിയിട്ട് നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് കൈ മുക്കി കുഴച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിക്കോളും. ഇതേപോലെ കുറഞ്ഞതൊരു 10 മിനിറ്റ് ഇത് കുഴച്ചു കൊടുക്കണം. അത്രയ്ക്ക് നന്നായിട്ട് കുഴച്ചു കൊടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയായിട്ട് നമുക്ക് കിട്ടുന്നത്. ഞാനിപ്പോൾ 10 മിനിറ്റ് കുഴച്ച് കഴിഞ്ഞ് നമ്മുടെ മാവ് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് ആക്കി എടുക്കണം. നല്ലപോലെ പ്രസ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കുക. അതുപോലെ ഒട്ടും വിള്ളലില്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ള ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കണം. ഇതേപോലെ മാവ് മുഴുവൻ ഉരുട്ടിയെടുത്ത് കഴിയുമ്പോൾ നമ്മളിത് മൂടി വെക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ ഡ്രൈ ആയി പോകും. അതുകൊണ്ട് നമ്മൾ പരത്തുന്ന സമയത്ത് ബാക്കിയുള്ള ബോൾസ് എല്ലാം മൂടി വെക്കുക. പരത്തിയെടുക്കാനായിട്ട് ഞാനൊരു ചപ്പാത്തി പ്രസ്സാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് എണ്ണയും തടവി കൊടുത്തിട്ട് ഓരോ ബോൾസും വെച്ച് പ്രസ് ചെയ്തെടുക്കുക. ഇതേപോലെ ഒരു പ്രസ് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ കനം കുറച്ച് പരത്തിയെടുത്താൽ മതി. അപ്പം നല്ല സ്മൂത്തായിട്ട് നമുക്ക് കനം കുറഞ്ഞ പത്തിരിയായിട്ട് പരത്തി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിനേക്കാളും ഒരല്പം കൂടി കൂട്ടി വയ്ക്കണം. ഇനി പരത്തിയ പത്തിരി വെച്ച് കൊടുക്കുക. കുറച്ച് നേരത്തിനുള്ളിൽ നമുക്ക് ഇതിന് മുകളിൽ കൂടി ഇങ്ങനെ ആവി പൊങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. ആ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ ഒരു 30 സെക്കൻഡിനുള്ളിൽ ചെറിയ ചെറിയ കുമിളകൾ ഇങ്ങനെ വന്നു തുടങ്ങും. ആ സമയത്ത് നമ്മളിത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. ഈ സമയം പത്തിരി നല്ലപോലെ വീർത്ത് വരാനായിട്ട് തുടങ്ങും. നമ്മുടെ പത്തിരി റെഡി ആയിട്ടുണ്ട്. നമ്മൾ പത്തിരി ചുടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ കളർ ഒട്ടും മാറാൻ പാടില്ല. ഇതിൽ വെള്ള കളർ എപ്പോഴും ഉണ്ടാവണം. അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരി എന്ന് പറയുന്നത്. ഇതേപോലെ പത്തിരിയൊക്കെ ചുട്ടെടുത്തിട്ട് ഒരു കാസറോൾ സൂക്ഷിക്കുകയാണ് നല്ലത്, നമ്മൾ സെർവ് ചെയ്യുന്ന സമയം വരെ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും. എത്ര നേരം വേണമെങ്കിലും സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളും. ഇത് നമുക്ക് ഇഷ്ടമുള്ള കറിയുടെ കൂട്ടത്തിൽ വിളമ്പാം. നല്ല സ്പൈസി ആയിട്ടുള്ള കറിയുടെ ഒപ്പം നമുക്ക് വിളമ്പാം. പിന്നെ ഇതിന് ടേസ്റ്റും അതുപോലെ സോഫ്റ്റ്നെസ്സും ഒന്നുകൂടി കൂട്ടാനായിട്ട് ഇത് കുറച്ച് തേങ്ങാപ്പാലിൽ മുക്കിയിട്ട് വിളമ്പുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഞാൻ വിചാരിക്കുന്നു.
തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കമൻസ് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ പാചകം ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.